ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം എപ്പോഴും ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതങ്ങളും ഉള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ച് തീർക്കാനുള്ളതാണോ ഇവരൊക്കെ ജീവിതം എന്ന് പറയുന്നത്? ഞങ്ങളുടെ ഇന്ത്യയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പെട്ടും ദുരിതങ്ങൾ അനുഭവിച്ചും യാതനകൾ അനുഭവിച്ചും ജീവിക്കുന്നവരാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള അസമത്വങ്ങൾ തന്നെ. ഒരു വിഭാഗം ജനങ്ങൾ സമ്പന്നതയിൽ ജീവിക്കുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്കറിയാം, പല ടി വികളൊക്കെ ഓൺ ചെയ്ത് ന്യൂസ് ചാനലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തരെ ജീവിതങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ ജീവിതങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച് തീർക്കാനുള്ളതാണോ? അവർക്കൊരു മോചനം വേണ്ടേ? അവർക്ക് ഈ ദുരിതത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഒരു മോചനം കിട്ടിക്കൊണ്ട് ജീവിക്കാൻ അവസരം ഉണ്ടാക്കണം. അവർക്ക് നല്ല നിലയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഞങ്ങളുടെ മുന്നിൽ സാമ്പത്തികമായിട്ടുള്ള മുന്നേറാനുള്ള പല അവസരങ്ങളും തുറന്നു കിടക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഈ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് അവർ എന്നും കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. അവർക്ക് കിട്ടുന്ന പണം കൂലിവേല ചെയ്തായാലും അല്ലെങ്കിൽ മറ്റ് ഡെയിലി വേജസിനെ പണിയെടുത്താലും കിട്ടുന്ന പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കാനറിയാതെ അവർ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ചെറിയ തുകകൾ മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ, ബാങ്കുകളെ സമീപിച്ചുകൊണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ചേർന്നുകൊണ്ട് മാസം ഒരു കൃത്യമായ തവണ ഒരു മ്യൂച്വൽ ഫണ്ടിൽ അടയ്ക്കാം. അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ റെക്കറിങ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതുപോലെ പല ബോണ്ടുകളുണ്ട്. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ ഷെയറുകൾ മേടിച്ചുകൊണ്ട് നമ്മുടെ വളരെ ചെറിയ സംഖ്യക്കുള്ള ഷെയറുകൾ, നല്ല കമ്പനികളുടെ ഷെയറുകൾ, ഒരു 1000 രൂപ വില വരുന്ന ഷെയറുകളൊക്കെ തവണകളായി മേടിച്ചു കൂട്ടിക്കൊണ്ടൊക്കെ അവർക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഇതിലൊക്കെ തുടങ്ങി സാമ്പത്തികമായ ഇങ്ങനെ പ്ലാനിംഗ് ഒക്കെ തുടങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാവും അതിനെ ഭംഗം വരുത്തിക്കൊണ്ട് പല സംഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതൊരു പക്ഷേ ആക്സിഡൻറ്റിൻ്റെ രൂപത്തിലാകാം, അതല്ലെങ്കിൽ രോഗത്തിൻ്റെ രൂപത്തിലാകാം. അങ്ങനെയുള്ള പല ആകസ്മികമായ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പ്ലാനിങ്, അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനിങ്, SIP മൂലം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനുകളൊക്കെ മുടക്കം വരികയും ആ തുക ഹോസ്പിറ്റൽ ചെലവിനായി വിനിയോഗിക്കുകയും അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ നേട്ടം ഇല്ലാതാകുകയും ചെയ്യുന്നു. അതിനെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, തീർച്ചയായും ഈ കുടുംബങ്ങളിൽപ്പെട്ടവർ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങിക്കൊണ്ട് മാസം ഒരു നിശ്ചിതമായ തുക, ചെറിയ തുകകളായാലും കുഴപ്പമില്ല, 2000-ഓ 1000-ഓ തുക ഈ സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചുകൊണ്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. വർഷങ്ങളായിട്ട് തുടർന്നു കൊണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയ തുകയായി മാറുകയും അത് അവിടെ ഒരു കരുതൽ പണമായിട്ട് അവിടെ നിക്ഷേപിച്ചിടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള
പല സംഭവങ്ങളും വന്നു കഴിഞ്ഞാൽ, ആക്സിഡൻ്റ് രൂപത്തിലോ രോഗത്തിൻ്റെ രൂപത്തിലോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഭംഗം വരുത്താതെ, മുടക്കം കൂടാതെ ഈ തുക ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഹോസ്പിറ്റൽ ചെലവ് നിർവഹിക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മുന്നോട്ട് പോകുകയും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാനായിട്ട് കഴിയും. മെഡിക്ലെയിം പോളിസിയൊക്കെ എടുക്കുക എന്ന് വെച്ചാൽ അതൊക്കെ കൃത്യമായിട്ട് മാസവരുമാനം കിട്ടുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണക്കാരായ ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം സംശയം. മൊത്തമായ തുക അടയ്ക്കേണ്ടി വരും. അത് ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് അസുഖങ്ങൾ വന്നില്ലെങ്കിൽ ആ തുക നഷ്ടപ്പെടുകയും വീണ്ടും അത് പുതിയ തുക കണ്ടെത്തിക്കൊണ്ട് അവരത് അടയ്ക്കേണ്ടി വരും. പുതിയ എമൗണ്ട് അടയ്ക്കുകയും അങ്ങനെ വലിയൊരു സംഖ്യ നഷ്ടപ്പെടാൻ സാധ്യത വരികയും അത് സാധാരണ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ്. അതിലും നല്ലത് ചെറിയ ചെറിയ തുകകൾ നിങ്ങൾ സേവിങ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് ഈ കരുതൽ ശേഖരം വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഹോസ്പിറ്റൽ ചിലവുകളും അതുപോലെ തന്നെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അങ്ങനെ നിങ്ങളുടെ ഓരോ കുടുംബങ്ങളും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഉയർച്ച നേടിക്കൊണ്ട് സമൂഹത്തിൽ ഉന്നതമായൊരു സ്ഥാനം അലങ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയും. നമ്മളിങ്ങനെ ഓരോ കുടുംബങ്ങളും കരുതൽ ശേഖരമായിട്ട് തുക മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിലും മാറ്റി വയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഓരോ സെൻട്രൽ ബാങ്ക്, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്കുകൾ ഇതേപോലെ തന്നെ കരുതൽ ശേഖരമായിട്ട് പണം മാറ്റിവെക്കപ്പെടുന്നുണ്ട്. വിദേശ നാണയ കരുതൽ ശേഖരം എന്നാണ് അതിനെ പറയുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പക്കൽ സ്വർണമായിട്ടും ഡോളറായിട്ടും കരുതൽ ശേഖരമായിട്ടും കോടിക്കണക്കിന് ഡോളർ നിക്ഷേപമുണ്ട്. വിദേശ കരുതൽ നാണയം സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്തിടെ ഗൾഫ് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാൻ ആക്രമണ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് രൂപയുടെ മൂല്യം ഇടിയുകയും അങ്ങനെ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി നമ്മുടെ കരുതൽ നാണയ ശേഖരത്തിൽ നിന്നൊക്കെ കോടിക്കണക്കിന് ഡോളർ റിസർവ് ബാങ്ക് വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ നിന്നൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡോളർ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസാന കാലഘട്ടത്തിൽ മാർച്ച് അവസാനിക്കുമ്പോൾ തന്നെ 1208.6 കോടി ഡോളർ വിദേശ നാണയ ശേഖരത്തിൽ നിന്ന് റിസർവ് ബാങ്ക് ഓഫ് വിറ്റഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഡോളറിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ 68,886.8 കോടി രൂപയുടെ ശേഖരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൈവശമുള്ളത്. ഡോളറാണ് കേട്ടോ, ഡോളർ ശേഖരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്വർണം ഇതുപോലെ തന്നെ റിസർവ് ബാങ്ക് വിറ്റഴിച്ചു കൊണ്ടിരിക്കുകയാണ്. 386.6 കോടി ഡോളറിൻ്റെ സ്വർണം റിസർവ് ബാങ്ക് വിറ്റഴിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് സ്വർണം ഇങ്ങനെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിദേശ നാണയ ശേഖരത്തിൽ നിന്ന് ഏകദേശം 5.5% ഈ അടുത്ത മാസങ്ങളിലായിട്ട് വിറ്റഴിഞ്ഞു കഴിഞ്ഞു. നമ്മളെ കുടുംബങ്ങളിലെ കരുതൽ ശേഖരം പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റുകൾ, സെൻട്രൽ ബാങ്കുകൾ കരുതൽ ശേഖരമായി വച്ചിട്ടുള്ളത് അടിയന്തര ഘട്ടങ്ങളിൽ ചെലവഴിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അടിയന്തര ഘട്ടങ്ങളിൽ ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള പണമാണ് ഇപ്പോൾ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കരുതൽ ശേഖരം കുറയുകയും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിന് 197 ലക്ഷം കോടി രൂപയുടെ കടം ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ബജറ്റിൽ 17.2 ലക്ഷം കോടി രൂപ കടമെടുക്കും എന്നാണ്
ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. അങ്ങനെ ബഡ്ജറ്റിൽ 17.2 ലക്ഷം കോടി രൂപ കടമെടുക്കാൻ പ്രഖ്യാപനമുണ്ട്. പിന്നെ GST വരുമാനത്തിലെ കുറവുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് സ്വതന്ത്ര വ്യാപാരം, മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടുമ്പോൾ അവിടെ നിന്നുള്ള വരുമാനം കുറയുന്നു. അങ്ങനെ പദ്ധതി ചെലവുകൾക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുക ഉണ്ടാകുന്ന പദ്ധതി നടപ്പാക്കാനുള്ള ചെലവുകൾക്ക് പണം കണ്ടെത്താൻ നമുക്ക് ഇനിയോ വിഷമിക്കേണ്ടി വരും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഒരുപക്ഷെ വരും കാലങ്ങളിൽ ഇത് എങ്ങനെ തരണം ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. അപ്പോൾ എനിക്ക് പറയാൻ, നിങ്ങൾ സാധാരണക്കാരായ കുടുംബങ്ങൾ ഇങ്ങനെ ഓരോ വ്യക്തിയും ഓരോ കുടുംബങ്ങളും അവിടെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള നിക്ഷേപങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് ആവശ്യമായ അത്യാവശ്യ ഫണ്ട് നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചുകൊണ്ട് മറുവശത്ത് നിക്ഷേപ മാർഗങ്ങളിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സാമ്പത്തികമായിട്ടുള്ള നല്ല നേട്ടമുണ്ടാകും, സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.